കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രീതി. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ് സ്മിച്ചോ. ഇതെൻ്റെ 3 മക്കൾ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ സമയം ഞാൻ 3 പ്രാവശ്യം പ്രഗ്നൻ്റായി. ആദ്യത്തെ പ്രാവശ്യം അബോർഷനായി, പിന്നെ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റായി, അതും അബോർഷനായി. 3ാമത് പ്രഗ്നൻ്റായി, അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ട്യൂബിലാണ്, അതുകൊണ്ട് ഒരു ട്യൂബ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി നോർമലി ആയിട്ട് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്നും ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങളൊന്നും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. 1 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിന്നു. ഇതേ സമയം എനിക്ക് PCODയുടെയും തൈറോയിഡിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി വഴിയാണ് ഞാനിവിടെ കൃപാസന മാതാവിനെ പറ്റിയും കൃപാസന ഉടമ്പടിയെ പറ്റിയും ആദ്യമായി കേൾക്കുന്നത്. അങ്ങനെ 2018 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അങ്ങനെ 2018 ലാസ്റ്റ് മാസം ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി പുതുക്കുന്നതിന് 3 മാസം ആകുന്നതിന് മുമ്പേ ഞാൻ പ്രഗ്നൻ്റായി. 2020 ജനുവരി 1-ാം തീയതി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 2022 ജൂലൈ 10-ാം തീയതി രണ്ടാമത്തെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. 2023 ജനുവരി 6-ാം തീയതി 3ാമത്തെ കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇതേ സമയം ഈ ഉടമ്പടി വസ്തുക്കൾ, അതായത് തൈലവും തേനും ഉപ്പും എല്ലാം ഞാൻ എൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. അങ്ങനെ ദിവസവും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഈ 3 പ്രഗ്നൻസിയിൽ എനിക്ക് ഓപ്പറേഷനായിരുന്നു. ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻ ഉണ്ടാകും, ഹൈ റിസ്ക് ആണ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരാപത്തും അപകടം ഒന്നും വരുത്തരുതേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം തൂത്തു പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അനുഗ്രഹീതമെന്ന വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ചു. ബൈബിള് നിരന്തരം വായിച്ചുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് കൂടുമായിരുന്നു. ഇവിടെ വന്ന് കൂടി പ്രേക്ഷിത പ്രവർത്തനത്തിനായി പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലും അവിടെയെല്ലാം ഞാൻ വിതരണം ചെയ്തു. അവരോട് കൃപാസന മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കുറേ ആൾക്കാർ അന്ന് ആ സമയത്ത് ഞങ്ങളുടെ ആ നാട്ടിലോട്ടൊന്നും കൃപാസന മാതാവിനെ പറ്റി അങ്ങനെ അധികം അറിയില്ലായിരുന്നു. കൃപാസന മാതാവിനെ പറ്റി ഞാൻ വഴിയാണ് കുറേ ആൾക്കാർ ഇവിടെ വന്ന് കൃപാസന മാതാവിൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വഴിയാണ് കുറേ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരും അനുഗ്രഹം പ്രാപിച്ചു. നിരന്തരമായ ജപമാലയും എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടുകയും ബൈബിള് വായിക്കുകയും അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം കൂടുകയും ഞങ്ങൾ ഇവിടെ വന്നു കൂടുകയും അല്ലാതെ മൊബൈലിൽ യൂട്യൂബിലും എല്ലാം കൂടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ആത്മീയമായി അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടുക, പ്രാർത്ഥിക്കുക, മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 1/2 മണിക്കൂർ കൂടുതൽ വായിക്കും. അതുകൂടാതെ ബൈബിള് വചനം എഴുതി പ്രാർത്ഥിക്കും. ആ മക്കൾക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എല്ലാം മാതാവിൻ്റെ തൈലും തൂത്തും മാതാവിന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് അവരുടെ എല്ലാ അസുഖങ്ങളും മാറ്റി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെയോ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒന്നും മൂലമല്ല, മാതാവിൻ്റെ
ഒരൊറ്റ അനുഗ്രഹത്താലാണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് തിരുക്കുമാരൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഈ 3 കുഞ്ഞുങ്ങളെ മാതാവ് തന്നതാണ് എന്ന പൂർണ്ണമായ ഉറച്ച വിശ്വാസവും ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി ഇവിടെ പറയുകയാണ്. അതേപോലെ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി ജീവിതം മുടക്കാതെ നിരന്തരമായ ദൈവത്തോട് പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും വിശുദ്ധ കുർബാനയിലും മുടക്കം വരുത്താതെയും എല്ലാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിഷമം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം മാതാവ് തരുമെന്ന് അന്ന് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127 3-ാം വചനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കുന്ന ഒരു അനുഗ്രഹവും ദൗത്യവുമാണ് മക്കൾ. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രീതി തോമസും ഹസ്ബൻഡും 6 വർഷത്തോളം കാത്തിരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 6 വർഷത്തോളം മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 6 വർഷക്കാലം ആദ്യത്തെ പ്രഗ്നൻസി അബോർഷനായിപ്പോയി. രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റായി, അതും അബോർഷനായിപ്പോയി. 3-ാമത്തെ പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. പിന്നീട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, IVF പോലും ചെയ്തു, അത് ഫെയിലായി. പിന്നീട് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. 1 വർഷത്തോളം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ പിന്നീടാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തെപ്പറ്റി, കൃപാസനത്തെപ്പറ്റി ഇവർ അറിയുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടും ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ സൈത്ത് കൊടുത്ത് ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളുടെ സങ്കടം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് എന്നാണ്, വന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. അതുമൂലം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹത്താലും ഇവിടെ ഉടമ്പടി എടുത്ത ഉടനടി, അതായത് 1 മാസം ഒരു ഉടമ്പടി തീർത്തില്ല, 90 ദിവസം തീർത്തില്ല. ആ 90 ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ 6 വർഷം സാധിക്കാത്ത കാര്യമാണ്. 3 അബോർഷനായി, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, IVF ചെയ്തു, ഒന്നും ഫലിക്കാതിരുന്നപ്പോഴാണ് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹം ലഭിക്കുകയും അച്ഛൻ ഈ വചനം പറയുകയും ചെയ്തപ്പോഴും ആ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഈ മകൾ കൺസീവ് ആവുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് 3 മക്കളെയുമായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. ഓരോ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ നല്ല വഴികളിലൂടെ വളർത്തുവാനുള്ള അനുഗ്രഹവും കൃപയും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രീതി തോമസിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.